ഹലോ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. പാസ്റ്റൽ പാലറ്റിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഈ എപ്പിസോഡിൽ റിട്ടയർഡ് IPS ഓഫീസർ ഇഷ്യ സിംഗ് സർ ചേരുകയാണ്. സർ, ഇറ്റ്സ് an honor to have you in our channel. Thank you very much. A trailblazer in every sense, Sri Rishyaj Singh IPS is known for his unwavering dedication to justice, his honesty, and the positive changes he brought to every place he served. Throughout his career, he was a champion of fairness, a symbol of integrity, and a true servant of the people. മലയാളികൾക്ക് ഋഷിരാജ് സിംഗ് സാറിനോട് ഒരു ഇഷ്ട കൂടുതലുണ്ട്. അതെന്താ സാറിന് തോന്നാൻ കാരണം, അങ്ങനെ ഉണ്ടാവാൻ കാരണം? അത് ഒരു കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, ഇവിടെ ജോലി ചെയ്യുമ്പോൾ നമ്മളോട് പല പദവികളിൽ ജോലി ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടായി. ട്രാൻസ്പോർട്ട് കമ്മീഷണറായിട്ട്, എക്സൈസ് കമ്മീഷണറായിട്ട്, വിദ്യുതി വിഭാഗത്തിൽ നമ്മുടെ വിജിലൻസ് ഓഫീസറായിട്ട്. അപ്പോൾ ആ പദവികളിൽ ഒരു പ്രത്യേകം ഒരു ദൗത്യം ഉണ്ടായിരുന്നു. ഉദാഹരണത്തിൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ കറണ്ട് മോഷണത്തിൻ്റെ ഒരു വലിയ പരാതി തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളെ ഒന്ന് കണ്ടുപിടിച്ച് അതിനെ കുറേ താല്പര്യം കാണിച്ചിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ആൻറ്റി പവർ തെഫ്റ്റ് സ്ക്വാഡൊക്കെ എല്ലാ ജില്ലകളിലും തന്നെ ഉണ്ട്, ഓൾറെഡി ഉണ്ട്. അപ്പോൾ അവരൊക്കെ എല്ലാം സംഘടിപ്പിച്ചിട്ട് ഞങ്ങളൊക്കെ റെയ്ഡൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 2 വർഷത്തിൽ ഞങ്ങൾ 700 കോടി രൂപയുടെ ഒരു നമ്മുടെ ഒരു മോഷണം കണ്ടുപിടിക്കാൻ സാധിച്ചു. അതുപോലെ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുമ്പോൾ അന്ന് വരുമ്പോൾ 2014 ഒരു ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും ഈ സ്പീഡ് ഗവർണൻസ് നിയമങ്ങളൊക്കെ ഒക്കെ ഉണ്ട്. ഒരു ട്രാൻസ്പോർട്ട് ആക്ടിനെ തന്നെ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു 1988. പക്ഷേ ഒരു ഹൈക്കോടതി നിർദ്ദേശങ്ങളുണ്ടായിരുന്നു, സുപ്രീം കോടതി നിർദ്ദേശങ്ങളുണ്ടായിരുന്നു, പക്ഷെ ആരും പാലിക്കില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ സർക്കാരിനോട് ഞാൻ കോൺഫിഡൻസിലെടുത്തു. ആനടൻ മുഹമ്മദ് സാറിൻ്റെ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിയമങ്ങൾ നമ്മൾ നടപ്പാക്കിയാലേ മതിയാവും സർ, പിന്നെ നമുക്ക് മരണങ്ങളും കുറയ്ക്കാം. അദ്ദേഹം അന്നത്തെ ചീഫ് മിനിസ്റ്ററുമായി സംസാരിച്ചു. യു ഗോ അഹെഡ്. നമ്മൾ ഒരു മാസത്തിൽ നമ്മുടെ എല്ലാ നിയമങ്ങളും നമ്മൾ നടപ്പിലാക്കി. പിന്നെ എക്സൈസിലെ 3 വർഷം ഇരിക്കുമ്പോൾ 3000 കോടി രൂപയുടെ ഡ്രഗ്സ് പല രീതിയിൽ പിടിക്കാൻ നമുക്ക് സാധിച്ചു. അതായത് ഒരു ദിവസത്തിൽ 1 കോടി, അങ്ങനെ പറയാം. 1000 days I was there. Exactly 1000 days you were there. Exactly. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഒരു പക്ഷെ നാട്ടുകാർ വിചാരിക്കുകയായിരിക്കും നമ്മുടെ ഒരു പദവിയില് അധികമോ എക്സ്ട്രാ ആയിട്ട് ഒന്നും ചെയ്തില്ലെങ്കിലും ഉള്ള ഒരു ദൗത്യവും നമ്മൾ നടപ്പാക്കിയാണെങ്കിലും അത് സാധിക്കും. ഒരു പക്ഷെ അതായിരിക്കും പിന്നെ സാറിന്റെ കരിയറിൽ വലിയ ലോങ് ആൻഡ് ഫുൾഫില്ലിംഗ് കരിയർ ആണല്ലോ സാറിന്. എത്ര ഇയേഴ്സ് സർവീസ്? 35 years ഓഫ് സർവീസ്. അതെ. അപ്പം 37 years. അതെ. അപ്പോൾ ഒരു IPS ഓഫീസറിനെ പോലെ ഒരു ഹ്യൂമൻ ഇൻറ്ററാക്ഷൻ ഉണ്ടാവാൻ മറ്റ് സർവീസിനേക്കാൾ ഒരുപാട് സാധ്യതകളുണ്ട്. നമ്മൾ ഒരുപാട് സഫറിങ്സ് കാണും, ക്രൈംസ് കാണുന്നുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ സാർ അഡ്മിനിസ്ട്രേഷനിലും എല്ലാ ഫീൽഡിലും ചെയ്യുന്നത്. അപ്പോൾ ജീവിതത്തിനെ പറ്റി നല്ല ഒരു അറിവുണ്ടാവാൻ, നല്ലൊരു വിലയിരുത്താനും പറ്റുന്നതാണ്. What is the purpose of life, sir? Like, how can we define it? Instant justice പറയുന്നത് എൻ്റെ അഭിപ്രായമാണ്. ഇൻസ്റ്റന്റ് ജസ്റ്റിസ് നമ്മൾ പറയുന്നത് അത് പോലീസിലും ഇല്ലെങ്കിൽ സിവിൽ സർവീസിലോ ഒക്കെ ഈ IAS ആയിട്ടോ ഇല്ലെങ്കിൽ IPS ആയിട്ടുള്ള ആളുകളിലേക്ക് തരാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിലുള്ള ഒരു സ്ത്രീ നമ്മുടെ സ്റ്റേഷനിൽ വരുമ്പോൾ ഒത്തിരി സംഭവങ്ങളുണ്ട്. സ്ത്രീ വന്നിട്ട് പെൺകുട്ടി വന്നിട്ട് പറയുകയാണ്, കോഴിക്കോടിൻ്റെ ഒരു കാര്യം ഓർമ്മ മറന്നു. സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയെ ഒരു പയ്യന്മാർ തട്ടിക്കൊണ്ടുപോയി. അത് അന്ന് 1996 അന്ന് അങ്ങനെ സംഭവങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ പട്ടണ സ്റ്റേഷനിലേക്ക് വന്നു. കുറേ ആളുകളെ ഒക്കെ അന്ന് പല ഡയറക്ഷനിലേക്ക് അയച്ചു. ഭാഗ്യം കൊണ്ട് അത് നമ്മുടെ കിട്ടി. അപ്പോൾ നാട്ടുകാർക്ക് അവർക്ക് എല്ലാവർക്കും സന്തോഷം. നമ്മൾ പട്ടണ ഒരു സംഭവം ഉണ്ടായി, അതിന് പരിഹാരം അപ്പം തന്നെ വേണം. ഇല്ലെങ്കിൽ അത് ഒരു മാസങ്ങൾക്ക് ശേഷം ചിലപ്പോൾ ഒരു കണ്ടുപിടിച്ച് കൊണ്ട് വന്നാണെങ്കിൽ അതൊരു പ്രയോജനം. അതുപോലെ ഒരു നമ്മുടെ മോഷണം നടന്നു. നമ്മുടെ മോഷ്ടാവുന്ന പൈസ കൊണ്ട് നമ്മൾ അപ്പം തന്നെ പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സന്തോഷം. അപ്പോൾ ഈ സ്ത്രീകളുടെ എതിരായിട്ട് ഉണ്ടാവുന്ന കുറ്റകൃത്യങ്ങളിൽ നമ്മൾ പട്ടണ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ
പിന്നെ പിന്നെ ആൾ കിട്ടിയാലും ഇല്ലെങ്കിൽ ആ പെൺകുട്ടി കുറച്ച് മാസങ്ങൾക്ക് ശേഷം കിട്ടിയാലും നമ്മുടെ സർവീസിൻ്റെ എവരായിട്ട് പോകും അത്. അതെ അപ്പോൾ ഉദാഹരണത്തിന് ഒരു IAS ഓഫീസറിനെ എടുക്കുകയാണെങ്കിൽ IAS എന്ന ഭൂമി അവിടെ കൈകാര്യം ചെയ്തു, അപ്പം തന്നെ തഹസീൽദാറിന് അയച്ചിട്ട് അല്ലെങ്കിൽ വില്ലേജ് ഓഫീസറിനെ അയച്ചിട്ട് അവർ അത് അളക്കിയാൽ പ്രശ്നം അവിടെ തീരുമില്ലേ. അതെ അതെ മിക്കവാറും നമ്മുടെ ഓഫീസേഴ്സ് അതുമെല്ലാം ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു പോലീസ് ഓഫീസറിന്റെ ജീവിതത്തിന്റെ കാര്യം വേണം നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പർപ്പസ് അല്ല എത്രയും പെട്ടെന്ന് ആളുകളെ കൊണ്ട് നമുക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നമുക്ക് 5000 IAS-കാരുണ്ട് ഇന്ത്യയിൽ, 5000 IPS-കാരുണ്ട്, അത്രേ ഉള്ളൂ. വലിയ സംഖ്യ ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു പെർമനന്റ് സർവീസ് സർക്കാർ കൊടുത്തിരിക്കുന്നു, അവർക്ക് പെൻഷൻ ഏർപ്പാട് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിന് ബദലായിട്ട് നമ്മുടെ നാട്ടുകാർക്ക് പെട്ടെന്ന് ഒരു ജസ്റ്റിസ് നമ്മൾ വാങ്ങി തരണമെന്നല്ലേ നമുക്ക് എല്ലാ ആളുകളും അപേക്ഷിക്കുന്നത്. അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ പിന്നെ ഈ സർവീസിൽ ചെന്നിട്ട് ഒരു ജീവിതത്തിൽ അപ്പം നമുക്ക് ഒരു പർപ്പസ് മാത്രമാണോ അല്ല നമുക്ക് മൾട്ടിപ്പിൾ പർപ്പസസ് ഉണ്ടോ നമുക്ക് ജീവിതത്തിൽ? ഓരോ ദിവസവും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2-3 പർപ്പസുകൾ ഉണ്ടാവും മാഡം. ഒന്ന് ഒരു സർവീസ് ഓഫീസറായിട്ട് നമ്മുടെ ഓഫീസറായിട്ട് ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്ത് സാധിച്ചു നമ്മൾ തരിക. പിന്നെ സപ്പോസ് നമ്മൾ ഒരു മാരേജ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഫാമിലി ഓൾസോ ഫോർ us, അവർക്ക് വേണ്ടിയും നമ്മുടെ സമയം കണ്ടുപിടിച്ച് എത്തണം. ഞാൻ മാഡം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മാഡത്തിനെ കൂടി ഇവിടെ ഇരുത്തിയേനെ, കാരണം ഷീ ഈസ് വൺ ഓഫ് ദ വാമസ്റ്റ് പേഴ്സൺസ് ഐ നോ. അതെ, അപ്പോൾ അവർക്ക് സംബന്ധിച്ചുള്ള കുട്ടികൾക്ക് പഠനം എങ്ങനെ നടത്തുന്നു, കുട്ടികൾ ശരിയായ രീതിയിലൊക്കെ പോകുന്നുണ്ടോ ഇല്ല, ഒരു കണ്ണ് മാത്രം വെച്ചാൽ മതി. ഡേ ടു ഡേ ലൈഫിൽ അവരുടെ ഇന്റർഫിയറൻസ് ചെയ്യാത്ത അവരുടെ പിന്നെ വൈഫാണെങ്കിൽ വൈഫ് കുട്ടികളുടെ ടീച്ചറുമായി സംസാരിക്കുക, ഇല്ലെങ്കിൽ കുട്ടീൻ്റെ സുഹൃത്തുക്കൾ ആരാണ് അവരുടെ പാരൻസുമായി സംസാരിക്കുക. അപ്പം നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ പറ്റും ഏത് രീതിയിലാണ് നമ്മുടെ കുട്ടി പോകുന്നത്. എവരിഡേ ലൈഫിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചു, അതൊരു അത്രയും മതി. അതിനകത്ത് അത് ചെയ്യാൻ വേണ്ടി നമ്മൾ അല്ലാതെയും നമ്മൾ സംസാരിക്കുന്നുണ്ടല്ലോ. So then the mothers will come out with the reactions, because കുട്ടികൾ എന്തു പറഞ്ഞാലും കുട്ടികളല്ലേ, അവർ വീട്ടിൽ വന്നിട്ട് കാര്യങ്ങളൊക്കെ അവർ പാരന്റ്സുമായി ഷെയർ ചെയ്യും. അത് ഞാൻ അന്നത്തെ കാര്യമാണ് പറയുന്നത്. ഇപ്പൊ അതൊന്നും നടക്കുന്നില്ല. ഇപ്പൊ അന്ന് ഈ മൊബൈൽ ഫോൺ ഒന്നും ഇല്ല. Children used to come and share what all happened in the school. ആരൊക്കെയാണ്, ആ സുഹൃത്ത് എങ്ങനെയാണ്. ഇപ്പൊ അവർ വന്ന് നേരെ സംസാരമില്ല. സോഷ്യലൈസിങ് വീട്ടിൽ തന്നെ കുറഞ്ഞു. സഹോദരന്മാരും ഒരുമിച്ച് കളിക്കാനില്ല. അമ്മാനെ അടുത്ത് ഞാൻ കുട്ടികളോട് 4000 സ്കൂളിൽ പോകുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, എത്ര കുട്ടികളാണ് നിങ്ങൾ വീട്ടിലെത്തിയ ശേഷം അമ്മയെ കെട്ടിപ്പിടിക്കുന്നത്? വല്ലപ്പോഴും ആരൊക്കെ കൈ പൊക്കിയുള്ളൂ. They are not even hugging their mother. അത് മദറും അതെ, അവരും ചിലപ്പോൾ ഫോണിൽ അവരും അത് നോക്കാനില്ല, ഇത് നടക്കുന്നുണ്ടോ. Some children say months together, കുറെ മാസങ്ങൾക്ക് ശേഷം ചിലപ്പോൾ പിടിച്ചു അത്രേ ഉള്ളൂ. ഒരു സാമാന്യ കാര്യം they say hug is a communication. When you hug someone, so a lot of good vibes are interchanging from mother's side to the child side to the mother. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ചെറിയ ഒരു 3 മാസത്തുള്ള കുട്ടിയെ ഒരു അമ്മ ഒന്ന് നമ്മുടെ ഒരു മടിയിൽ എടുത്താൽ എന്ത് സന്തോഷമാണ് ഈ കുട്ടിയെ കാണുന്നത്. ആഹാരം പോലെ കഴിക്കുമ്പോഴും എല്ലാം 4 ആളുകളും ഉണ്ടെങ്കിൽ 4 ആളും ഫോണിലൊക്കെയാണ്. അപ്പൊ സാറ് ഇപ്പം ഞാനൊരു ഹൈപ്പത്തറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ. സാർ ഇപ്പോൾ ഒരു മേ ബി സാർ യു മസ്റ്റ് ബി അബൌട്ട് 60. സോ ഒരു 40 years മുന്നേ, ഒരു 35 years മുന്നേ ഉള്ള ഋഷിരാജ് സിംഗ്, യങ് ഋഷിരാജ് സിംഗ്. So you get an opportunity to meet him. അപ്പോൾ ഹലോ ഹായ് ടേബിളിൻ്റെ അടുത്ത് നിങ്ങൾ രണ്ടുപേരും ചായ കുടിക്കുന്നു ഒരു കഫേയിൽ ഇരുന്നിട്ട്. അപ്പം നിങ്ങൾ ഡിസ്കഷനിൽ രണ്ടുപേരെയും തമ്മിലുള്ള ഡിസ്കഷനിൽ വാട്ട് ഈസ് ദ ടോപ്പിക് ദാറ്റ് യു ആർ ഗോയിങ് ടു ഡിസ്കസ്? പിന്നെ എന്തൊക്കെയാണ് അഡ്വൈസ് ഈ ചെറിയ കുട്ടിക്ക് ഇപ്പോഴത്തെ സാറിൻ്റെ എക്സ്പീരിയൻസ് സാറിന് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ സാറിന് മോനോടല്ല ആ യങ് ഋഷിരാജ് സാറിനോട് എന്താ ഒരു ഉപദേശം കൊടുക്കാനുണ്ടാവുക? ഒന്ന്, നമ്മൾ ഈ ഞാൻ ആ സമയത്തുള്ള ചെയ്ത കാര്യങ്ങൾ ഇനിയും ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറയാൻ ഉണ്ടാവില്ലെങ്കിലും വൺ ഈസ് ടു മെയിൻറ്റെയിൻ ദി ഹെൽത്ത് എവറി ഡേ.
Yeah. അതായത് നമ്മൾ ഓടാൻ പോകണം, Eat well. നമ്മൾ എന്തെങ്കിലും ജിമ്മിൽ പോകണം, ആ. സൈക്കിളിൽ പോകണം. ആ. ആ ഒരു കാര്യം എനിക്ക് ഈ യങ് ജനറേഷൻ 5-6 വർഷം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അത് ശരി. സത്യം പറഞ്ഞാൽ ആ ആ ഈ DCP ആയിട്ട് ജോലി ചെയ്തു. ഞാൻ 5 ജില്ലയിലെ SPO കമ്മീഷണർ ഒക്കെ ആയിരുന്നു. ഓക്കെ. എറണാകുളം കമ്മീഷണർ, കോഴിക്കോട് കമ്മീഷണർ. അപ്പൊ ACP ഡേയ്സ് ആണോ സാർ പറയുന്നത്? അല്ല, ആ. ഈ ഡേയ്സ് ആണ് പറയുന്നത്. ഓക്കെ. DCP ആയിട്ട് ജോലി ചെയ്യുന്ന, പിന്നെ കോട്ടയം SP, കണ്ണൂർ SP, ആൻഡ് എറണാകുളം കമ്മീഷണർ, പോലീസ് കമ്മീഷണർ കോഴിക്കോട്, ആൻഡ് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ട്രിവാൻഡ്രം. ആ 6 വർഷത്തിൽ നമ്മൾ എന്ത് പറഞ്ഞാലും നമുക്ക് ഇങ്ങനെ ഒരു എക്സസൈസ് ചെയ്യാൻ സമയം ഉണ്ടായിട്ടുമില്ല, പോയിട്ടുമില്ല. അപ്പോൾ ഇഫ് ഐ മീറ്റ് നൗ ദെൻ ഐ സേ ദാറ്റ് യു ഷുഡ് ഹാവ് ആൾസോ ഡൺ. ഞങ്ങൾ ആ സമയത്തിലും ഒരു മണിക്കൂർ നമുക്ക് പോവുകയാണെങ്കിൽ എവിടെ ആകാശം വിടാന്നൊന്നും പോവില്ലായിരുന്നു. നമുക്ക് ഒരു തോന്നലുണ്ട്, നമ്മുടെ ജില്ലയുടെ SP ആണ്, നമ്മുടെ ഇവിടുത്തെ കമ്മീഷണർ, ചിലപ്പോൾ അവിടെ പോയാൽ വല്ലതും സംഭവിച്ചാൽ അത് നമ്മുടെ ഒരു തോന്നൽ. അന്ന് വയർലെസ് ഉണ്ട്, ഇല്ലെങ്കിൽ ഫോൺ ഇല്ലെങ്കിലും വീട്ടിൽ ഫോണെല്ലാം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ വയർലെസ് വാസ് in fact wireless was working very well at that time. We were available everywhere. walkie talkie ആ സമയത്ത് walkie talkie അതാണ് walkie talkie. അപ്പോൾ ഞാൻ പറയുന്നത് ആ ഒരു കാര്യം അങ്ങോട്ട് ഞാൻ പറയും, താങ്കൾക്ക് ആ സമയത്തിൽ ഹെൽത്തി ഫുഡ് കഴിക്കണം, ഹെൽത്തി ഫുഡ് കഴിക്കാമായിരുന്നു. ഫുഡിന്റെ ഒരു ഐഡിയ ഇല്ലായിരുന്നു. അന്ന് രാവിലെ പോയാൽ പിന്നെ പോയി തന്നെ അതോ എവിടെ പോകുന്നു അവിടെ നിന്ന് എന്താ കഴിക്കുന്ന അത് സമയത്തിന് കിട്ടണമെന്നുമില്ല. രാത്രി 3 മണിക്ക് വാഹനം കഴിച്ചിട്ടുണ്ട്, 2 മണിക്കും കഴിച്ചിട്ടുണ്ട്, 4 മണിക്കും പ്രതിയെ പിടിച്ചിട്ട് വരുമ്പോൾ തന്നെ 3-4 മണിക്കൂറായി. അപ്പോൾ അവിടെ റോഡ് സൈഡിലൊക്കെ ഞാൻ അന്ന് ഐ വാസ് ഓൾമോസ്റ്റ് നൈറ്റ് പെട്രോളിൽ പോകുമ്പോഴൊക്കെ ആ ജീപ്പിന്റെ അല്ലെങ്കിൽ കാറിന്റെ ഹുഡിൽ തട്ടുകടകൾ രാത്രി മുഴുവൻ അവിടെ ബുൾസയും പൊറോട്ടയോ ഇല്ലെങ്കിൽ ദോശയും തട്ടുദോശ അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഇത് ഒരു വല്ലപ്പോഴും ഉണ്ടാണെങ്കിലും അത് എല്ലാ ദിവസവും എല്ലാ രാത്രിയിലും ചെയ്താൽ അത് ഒരു അപകടമാണ്. അപ്പോൾ എനിക്ക് 2 advices I would have given if I would have met a younger about the food. The older Rishiraz Singh to the younger Rishiraz Singh, that you should have done the exercises every day. Yes. What may come. And you should have eaten the food whenever you would have reached to home, then you should have taken the food. Home food. All right. UPSC preparation പണ്ടും ഇന്നും ഒരുപോലെയാണോ, അല്ലെങ്കിൽ പണ്ടത്തേത് ഒരുപാട് ബുദ്ധിമുട്ടുള്ളതാണ് ഞാൻ കേട്ടിട്ടുണ്ട്. ലൈക്ക് പണ്ടൊക്കെ ഡൽഹിയിൽ പോയിട്ടാണ് എല്ലാവരും പഠിച്ചിരുന്നത്, ഇവിടെയൊന്നും അത്ര കോച്ചിങ് സെന്റേഴ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ പ്രിപ്പറേഷൻ്റെ ബേസിക് കാര്യങ്ങൾ എന്താ വെച്ചാൽ പെർസീവറൻസും ഹാർഡ് വർക്കാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പഴയ UPSC പ്രിപ്പറേഷനും ഇപ്പോഴത്തെ UPSC പ്രിപ്പറേഷനും ഒരുപോലെയാണോ, അതിന് എന്തൊക്കെയാണ് ചേഞ്ചസ് ഉള്ളത്? അപ്പോൾ ഇപ്പോഴത്തെ ആസ്പിരൻസിന് സാറിന് എന്തൊക്കെ അഡ്വൈസ് കൊടുക്കാൻ പറ്റും? തീർച്ചയാണ് മാഡം, എൻ്റെ അഭിപ്രായത്തിൽ പണ്ട് ഇറ്റ് വാസ് വെരി ഈസി. നേച്ചർ ഓഫ് ക്വസ്റ്റ്യൻസ് വാസ് വെരി ഈസി. They used to ask how many. The questions will be like this: how many. Straightforward. Straight questions. How it happens. Why it is there. എല്ലാം കഴിഞ്ഞു വേണം. അന്ന് രണ്ടാമത്തെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം എഴുതാൻ പറ്റും. പണ്ടൊക്കെ വേണമെങ്കിൽ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ ബുക്കിനെ നോക്കിയിട്ടും നമുക്ക് ചിലപ്പോൾ വേണമെങ്കിൽ എഴുതാൻ പറ്റുമായിരുന്നു. ബുക്ക് വാസ് നോട്ട് അലൗഡ്. ബുക്ക് വാസ് നെവർ അലൗഡ്. അത് പറയുന്നത് ആ സമയത്തിൽ book is still not allowed. Only even calculators I think are not allowed. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പോഴത് ആകെ അത് മാറി വേണം. അപ്പോൾ പണ്ട് I remember that when we were preparing in 84, 85, not more than 1 lakh or 2 lakh people were appearing. Now 20 lakh people are writing preliminary exam. Out of that, 20,000 are only selected. No, that is 1% ആണ്. It's very simple. 20,000 ആണെങ്കിൽ 20 lakh ആണെങ്കിൽ 20,000 പാസ് ചെയ്യും. 13 ലക്ഷം ആണെങ്കിൽ 10,000 പാസ് ചെയ്യും. നമുക്ക് കണ്ടാൽ മനസ്സിലാവാം. 15 ലക്ഷം പ്രിലിമിനറി എഴുതാണെങ്കിൽ 15,000 അവർ പാസ് ചെയ്യും. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ദേ പാസ് 1%. അതിനകത്ത് ദേ പാസ് അഗെയിൻ പ്രിലിംസും മറ്റേ മെയിൻസ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ അതിനകത്ത് ദേ പാസ് ദി 1000 അല്ലേ 1000 100 30. അപ്പോൾ എത്രയായി? മതലബ് ദേ പാസ് 3,000. ഇറ്റ്സ് വെരി സിമ്പിൾ. അവരുടെ കാര്യം. ആൻഡ് ദേ ടേക്ക് 1,000. So the more you pass the pariksha, the more easier it becomes to clear. The most difficult is to pass the prelims now.
ഈ പ്രിലിംസിന്റെ പേരെ തന്നെ മാറ്റാനുള്ള സമയമായി. അത് പ്രിലിംസ് അല്ല ഇത്. മോർ ഇമ്പോർട്ടൻറ്റ് യു ഷുഡ് സേ ദാറ്റ് ദി advanced the main exam. the written exam first. ഇങ്ങനെയൊക്കെ ഒന്ന് എഴുതാലേ അതിന്റെ രക്ഷയുള്ളൂ. ദിസ് ഇസ് എ മിസ് നോമർ. പ്രിലിംസ് ഒന്നുമില്ല. ബിക്കോസ് ടു പാസ്, to come in 15,000 from 15 lakhs is far more difficult. Yes. Then from written 10,000, then from written of 3,000 to get into a list of 1,000. Yes. That is 30%. Yeah. This is 1%. Yeah. Number one. Questions in the pinne. ഞങ്ങളൊക്കെ ഓർമ്മ പ്രിലിംസിനൊക്കെ they were only asking us to tick. ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് മാത്സ് എല്ലാം ഉണ്ട് അല്ലേ? അതൊന്ന്. പിന്നെ ടിക്കിംഗ് ഒന്നുമില്ല. ടിക്കിംഗ് എന്നത് ഔട്ട് ഓഫ് ദ 4 only 1 used to be correct. Okay. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ there are 3 correct. Yeah. Or even 2 correct. So then the answer they say that which is correct. A, B, D. Okay. D, B, A. Okay. D, C, O. D, C, A, B, and C. Okay. I have seen that. This is very difficult. Yeah. And then third is അന്ന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലായിരുന്നു. ഇപ്പൊ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. So now number 4 CSAT പറഞ്ഞിട്ട് ഒരു പുതിയ ഒരു around 7-8 years they have started. CSAT പറഞ്ഞ അർത്ഥം എന്താണ്? Civil Service Aptitude Test. Okay. That is the second test in the evening of the so called the preliminary exam. ഇന്റെ രണ്ടാമത്തെ ടെസ്റ്റിന്റെ പേര് ക്വാളിഫയിങ് എക്സാം. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഈ ഓൾഡ് പേപ്പർ ഇതിന്റെ പേപ്പറുകൾ വായിച്ചാൽ മനസ്സിലാവുന്നത് ഇത് ബേസിക്കലി എ ടെസ്റ്റ് ഓഫ് മാത്തമാറ്റിക്സ്. ഇത് അവർ വെച്ചിരിക്കുന്നത് റീസണിങ്ങും ആൻഡ് ഇംഗ്ലീഷ് അല്ല റീസണിങ്ങും ആൻഡ് എന്താ പറയുക ലോജിക്കും റീസണിങ് ചോദ്യങ്ങളാണെന്ന് പറഞ്ഞിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. ബട്ട് if you ask me, this paper is, in my opinion, is slightly against the interest of the children of the candidates aspirants who are from rural India. Okay. അവർക്ക് ആ ലെവലിൽ അത് ഒരു 12th ക്ലാസ്സിന്റെ CBSE ലെവൽ പോലെയാണ്. CBSE 12th ക്ലാസ്സിലെ ലെവൽ വേണം ഒരു മാത്തമാറ്റിക്സിന്റെ. ഇറ്റ്സ് വെരി വെരി ഡിഫിക്കൽട്ട്. പക്ഷെ അത് അപ്പോൾ ഇത് ഈ പേപ്പർ കൊണ്ട് മാത്രം ഇപ്പൊ സിറ്റികളിൽ ഡൽഹിയിലോ ഇല്ലെങ്കിൽ ട്രിവാൻഡ്രത്തിലോ ഇല്ലെങ്കിൽ വലിയ സിറ്റിയിൽ താമസിക്കുന്ന അവിടെ നമ്മൾ പഠനം ചെയ്തിട്ടുള്ള ആളുകളിലേക്ക് അത് ഈസിയായി. പക്ഷെ അതേസമയം കോഴിക്കോടോ ഇല്ലെങ്കിൽ കോയമ്പത്തൂരോ അല്ലെങ്കിൽ ജയ്പൂരോ അവിടുന്ന് അപ്പിയറുന്ന will benefit them. But how many people are good in math? That is why engineers are passing. കാര്യം മനസ്സിലാക്കണം. In India, out of every year 700,000 ആൾ പാസ് ആവുന്നത് ബേസിക് ഡിഗ്രി എഞ്ചിനീയറിംഗ് ആണ്. I try to find out why they are passing. അപ്പൊ പറയുന്നത് ആ മാത്സ് ആ CSAT-ന്റെ അത്രയും മാത്തമാറ്റിക്സിന്റെ നോളേജ് എഞ്ചിനീയർമാർക്കേ ഉള്ളൂ. അവർ പാസ് ആവുന്നു. പഴയ ക്വസ്റ്റ്യൻ ആയിരുന്നെങ്കിൽ അതൊരു എക്ലക്റ്റിക് ആയിരുന്നു. എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ലിറ്ററേച്ചർ മാത്രം ബേസ് ചെയ്ത ഒരു പയ്യൻ ഇല്ലെങ്കിൽ എന്നെ പോലെ ഹിസ്റ്ററി മാത്രം ബേസ് ചെയ്തിട്ട് ഒരു പയ്യൻ ഒരു UPSC പാസ്സാണ് വലിയ പാടാണ്. especially the CSAT paper you're talking about. It is becoming more and more difficult now. Okay. The level of Hindi and the level of regional language and English is also very tough now. A lot of people are failing in those subjects itself. I heard that too. Because they are working on theory of, theory of elimination is also there. പാസ് ആക്കുന്നേക്കാൾ കൂടുതൽ എങ്ങനെ നമ്മൾ പാസ് ആകാതെ ഇരിക്കുക അങ്ങനെ ചെയ്താലല്ലേ അവർക്ക് ഈ 20 ലക്ഷം നിന്ന് 1000 എടുക്കാൻ. That is quite natural. That is everywhere. IIT ആയാലും എവിടെ ആയാലും. സിവിൽ സർവീസ് പഠിക്കുന്ന കുട്ടി എന്തായാലും ഒരു ബാക്കപ്പ് ആയിട്ട് വേറൊരു കോഴ്സ് അല്ലെങ്കിൽ ഒരു വേറെ ജോലി കണ്ടുവെക്കണം. All eggs cannot be put in one basket. My advice is നിങ്ങൾ UPSC പഠിക്കുമ്പോൾ UPSC പഠിക്കാനുള്ള ആ സബ്ജക്റ്റിന് അകത്തായിരിക്കും ബാക്കി ഏത് പരീക്ഷ തയ്യാറെടുപ്പ്. അപ്പോൾ നമുക്ക് വേറെ പരീക്ഷകളൊന്നും നമ്മൾ ആ സമയത്തിൽ എഴുതിയാൽ ഒരു തെറ്റുമില്ല. ആണെങ്കിൽ KAS ഉദാഹരണത്തിൽ ആ പരീക്ഷ തയ്യാറെടുപ്പിൽ KAS പരീക്ഷ പാസ്സാക്കാൻ പറ്റും. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ബാങ്കിന്റെ പ്രൊഫഷണൽ ഓഫീസർ ജോബ്. ഇപ്പോൾ ഈ ഈ നമ്മുടെ ഈ UPSC വേറെ മിക്കവാറും എല്ലാ പരീക്ഷകളും ഇപ്പോൾ UPSC CBI പോവുകയാണെങ്കിൽ UPSC പരീക്ഷ എഴുതണം. CRPF BSF CISF പോവുകയാണെങ്കിലും UPSC പരീക്ഷ എഴുതണം. അപ്പൊ നമുക്ക് ഈവൻ നമ്മളെ OTS
നമ്മുടെ ഓഫീസേഴ്സ് CDS ഓക്കെ ആ കമ്പൈൻഡ് മറ്റേ ഡിഫൻസ് okay, സ്റ്റാഫ് കോളേജിന്റെ പരീക്ഷ എഴുതുന്നത്. ദാറ്റ് ഈസ് ഓൾസോ ബീൻ ഡൺ ബൈ UPSC. yeah. അപ്പോൾ ഒരുപാട് പരീക്ഷകളിലേക്കുള്ള ഒരു പരീക്ഷകളെ വരാനുള്ള ജനറൽ നോളേജ് UPSCന്റെ ജനറൽ നോളേജിന്റെ പരീക്ഷ കൊണ്ട് അത് എല്ലാം പാസ്സാക്കാൻ പറ്റുമെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ ഒന്ന് പഠിച്ചാൽ മറ്റൊന്ന് ഹെൽപ്പ് ചെയ്യും. അത് നമ്മൾ പാസ് ചെയ്യണം. ഇതിനു വേണ്ടി മാത്രം 3 വർഷം ഒരു കാത്തിരിക്കുന്ന ആ കാലം. പിന്നെ അങ്ങനെ ഒന്നുണ്ട്. പിന്നെ ഒരു വർഷം നമ്മൾക്ക് ഒരു പരീക്ഷ പാസ്സായില്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ കാത്തിരിക്കുമ്പോഴേക്കും നമ്മള് സമയം കൊണ്ട് പോവുകയാണ്. അതിന് വേറെ ഒരു കാര്യമുണ്ട്. ഒരു ജോലി പിടിച്ചിട്ട് ശേഷം ലീവ് എടുത്തിട്ട്, കാരണം 32 വയസ്സ് വരെയാണ് ഇപ്പൊ പരീക്ഷ എഴുതാൻ പറ്റും. 4 times is allowed. അപ്പൊ പിന്നെ താങ്കൾക്ക് വേണമെങ്കിൽ എഴുതാം. അങ്ങനെയും ഒരു ബേസ് ഉണ്ടാക്കിയിട്ട് പിന്നെ ലീവ് എടുത്തിട്ട് ജോലി കിട്ടിയില്ലെങ്കിൽ യു കൻ ഗോ ബാക്ക് ടു യുവർ ജോബ്. അങ്ങനെ ചെയ്യണം. ഇല്ലെങ്കിൽ വെറും ഇതിന് മേലില് ഒരു ബേസ് ചെയ്തിട്ട് പിന്നെ ഒന്നും ചെയ്യാതെ, ബിക്കോസ് ബൈ ദ ടൈം യു വിൽ കംപ്ലീറ്റ് ഓൾ യുവർ 4 attempts യു വിൽ ബി 27, 28 or 29. അതെ. പിന്നെ വേറെ ഒരു ജോലി പിടിക്കാൻ പ്രയാസം. അതെ. What did you do so far? Like അങ്ങനെ ചോദിക്കല്ലോ. And then there are new പുതിയ മേഖലകൾ വന്നിട്ടുണ്ട്. കുട്ടികൾ UPSCയിൽ ഇപ്പോൾ ഒരു പട്ടാളത്തിൽ പോകാൻ താല്പര്യം വേണം. അവിടെ 40% വേക്കൻസി അവിടെ കിടക്കുന്നു. സ്പേസ് സയന്റിസ്റ്റ് ആക്കാനൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ പുതുതായിട്ട് പഠിച്ചിട്ട് ഒക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിച്ചിട്ട് സ്വന്തമായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് പോലെ ഒക്കെ തുടങ്ങാൻ പറ്റുമോ? ഒരുപാട് ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടപ്പ് ഉണ്ട് ഒരുപാട്. They should go to the new fields also. ഇതാണ്